ട്രാവൽ ടൗൺ മ്യൂസിയം 1940കളുടെ അവസാനത്തിൽ റിക്രിയേഷൻ ആൻഡ് പാർക്ക് ജീവനക്കാരനായ ചാർലി അലക്സും കുറച്ച് റെയിൽവേ പ്രേമികളായ സുഹൃത്തുക്കളും ചേർന്ന് ഗിൽഫിത്ത് പാർക്ക് മിനിയേച്ചർ റെയിൽവേ റോഡ് യാത്രയിൽ ഒരു സ്റ്റീം ലോക്കോമോട്ടീവ് ആകർഷകമാവുമെന്ന ആശയം മുന്നോട്ട് വെച്ചു. മ്യൂസിയത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം ഒരു റെയിൽവേ റോഡ് പെറ്റിംഗ് മൃഗശാല എന്നായിരുന്നു. ഇത് ലോസ് ഏഞ്ചലസിലെ കുട്ടികൾക്ക് എഞ്ചിനീയർമാരായി സ്വയം സങ്കല്പിക്കാൻ ഒരു അവസരമായിരുന്നു. ലോസ് ഏഞ്ചൽസ് സിറ്റി തുറമുഖ വകുപ്പിന് ബിൽഡിങ്ങിന് അനുയോജ്യമായ 2 ചെറിയ എഞ്ചിനുകൾ സ്ക്രാപ്പിനായി ഉദ്ദേശിച്ചിരുന്നു. മുൻ റിക്രിയേഷൻ ആൻഡ് പാർക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജനറൽ മാനേജർ ജോർജ് ഹെൽറ്റും റിക്രിയേഷൻ സൂപ്രണ്ട് വില്യം ഫെഡറിക്കിൻ്റെയും പിന്തുണയോടെ കാലിഫോർണിയ പ്രധാന റെയിൽവേ റോഡുകളുമായി ഏതൊക്കെ ഉപകരണങ്ങൾ സംഭാവന ചെയ്യാൻ തയ്യാറാകാമെന്ന് ആരംഭിച്ചതോടെ ഈ ആശയം വളർന്നു. 1952 ഡിസംബർ 14 ട്രാവൽ ടൗൺ ആരംഭിക്കുന്നു. 1965 ട്രാവൽ ടൗൺ പുനഃക്രമീകരിക്കുകയും പുനഃസമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ സംരംഭം കൂടുതൽ വളരുകയും ഇത് ട്രാവൽ ടൗൺ മ്യൂസിയമായി മാറുകയും ചെയ്തു.